ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇതൊന്ന് രാവിലെ നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അബുദാബിയിൽ നിന്ന് വന്ന ഫ്ലൈറ്റാണ് നേരത്തെ ഞങ്ങൾ കണ്ടത്. അത് തിരിച്ചു പോയി. അതിൽ വന്ന കസ്റ്റമറാണ്. നാളെ വണ്ടീൻ്റെ ആരെ കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ഒരു വടകരയിൽ നിന്ന് വരികയാണ്. വടകര സ്വദേശികളാണ്. അവരെ വണ്ടി കറക്റ്റ് പൊസിഷനിലെത്തിയപ്പം, ഇവിടെ എയർപോർട്ടിലെത്തിയപ്പം ടയർ പൊട്ടിപ്പോയ ടയർ ചേഞ്ച് ചെയ്യാണ്. അവരെ കയ്യിൽ തന്നെ ഒരു ടയർ ഉണ്ടായതുകൊണ്ട് കഴിച്ചിലായി. എൻ്റെ കയ്യിൽ രാവിലെ തന്നെ ടയറില്ലേനി. അപ്പോൾ അവരുടെ കയ്യിലൊരു പുതിയ ടയർ ഉണ്ടായിരുന്നു, ഒരു പ്രമുഖ കമ്പനിയുടെ. ആ ടയറൊക്കെ ഫിറ്റാക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. അബുദാബിയിൽ നിന്ന് വന്ന പ്രവാസി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ നേരം കത്തിയടിച്ചിരുന്ന. ഏതായാലും ഞാൻ പണ്ട് ദുബായ് ടാക്സിയിലേനി പണിയെടുത്തത്. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ ദുബായ് ടാക്സിയിൽ കയറിയിട്ടുണ്ട്, ഭയങ്കര ചാർജാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും കുറേ നേരം സംസാരിച്ചു. അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ടാക്സി ഡ്രൈവർമാരൊക്കെ ഉണ്ടായിന്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയണേ. ഈ ടയർ പൊട്ടിയത് ഈ കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ടയർ കിട്ടുമെന്നൊക്കെ അവർ പറഞ്ഞത്. ഏതായാലും വാങ്ങിയിട്ട് വർഷങ്ങളായി ഉണ്ടാവും. ഏതായാലും വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വർക്ക് നടക്കണ, ഫ്ലൈറ്റ് വരണ, ആൾക്കാർ പോകണേ, എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളേതായാലും നമ്മളെ വർക്കിൽ ജാഗരൂകരായിട്ട് ഇങ്ങനെ നിൽക്കണം. ടയർ അയച്ച് പുതിയ ടയർ ഫിറ്റാക്കാനുള്ള എല്ലാ പരിപാടിയിലുമാണ്. അപ്പം വേറെ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പം ഇന്ന് രാവിലത്തെ ഒരു വർക്കാണ്. രാവിലെ ഞാൻ സാധാരണ 8 മണിയൊക്കെ ആയിട്ട് ഇറങ്ങൽ. ഇന്നിപ്പോൾ നേരത്തെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പെട്ടെന്ന് വായോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാ. അപ്പോൾ ഏതായാലും ഇതുപോലെ ആയിരുന്നെങ്കിലൊക്കെ പഞ്ചറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വിളിച്ചോളി കേട്ടോ. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായാലും എവിടെ ആയാലും, നമ്മൾ ഈ കൊണ്ടോട്ടി പരിസരത്ത്, അതുപോലെ നമ്മളെ ഷോപ്പ് നിൽക്കുന്നത് കീശ്ശേരി ആലിഞ്ചോടാണ്. അതിൻ്റെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ടയറുകളും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. മഴക്കാലൊക്കെയാണ്. പഴയ ടയറുകളൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ടയർ വാങ്ങിയിട്ടോളി. ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നോക്കുക. എന്നാൽ ശരി, ഓക്കെ.